അപ്പം നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതുപോലുള്ള ബസ് സ്റ്റാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഒരു എപ്പിസോഡിൽ തന്നെ പല ഏരിയയിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റും. അങ്ങനെ സംഭവമുണ്ട്. എന്തായാലും ഓരോ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള ആൾക്കാർ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ പല ഭാഗത്തുള്ള ആൾക്കാർ വെച്ച് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കൂടി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. नमस्कार भाई. नमस्कार. आपका नाम क्या है? राम निवास साहू. राम निवास साहू. राम निवास साहू. साहू. राम निवास साहू. तीन नेम है ना? तीन नेम. राम निवास साहू. निवास साहू. हाँ. घर किधर है? लखनऊ. लखनऊ. लखनऊ का गांव का नाम? छोटा गाँव का नाम वैसे तो बारह जिला है. बारज जिला. घर में कौन कौन है? घर में मम्मी है, भाई है, हाँ. बहन है. हाँ. माँ का नाम क्या है? माँ का नाम संगीता है. संगीता. ओके. बहन का नाम? बहन का नाम अनीता है. अनिता. पढ़ता है ना वो? हाँ, पढ़ता है. कितने क्लास में? एक का तो बड़े वाले को शादी हो गया है. छोटा बड़े वाले का शादी हो गया. हाँ. उसका बच्चा हो गया. हाँ, एक बच्चा है. एक बच्चा. अब भाई का नाम? भाई का नाम बाबूलाल साहू है. बाबूलाल साहू. बाबूलाल साहू. साहू. हाँ. कितने साल हो गया? कितने दिन हो गए इधर? मेरे को तो 3 महीने हो रहे हैं. 3 महीने हो गए. इधर क्या काम है ना? इधर बस भंडारी का काम करते हैं. भंडारी का काम. क्या बनाता है? मतलब ये जो रहता है ना, ये सब लोग आप बनता है ना? उन्न वड़ा, परिप्पु वड़ा, बोंडा, उल्ली वड़ा, पलमपरी. ये आपका घर में इसका नाम क्या है? मेरा गांव में तो इसको केला बोलते हैं. केला. അതായത് ഇവരെ ലക്നൗവിൽ ഇവരെ നാട്ടിൽ പഴംപൊരിക്ക് പോലത്തെ നാം केला. കേല. കേല എന്നാണ് ലക്നൗവിൽ. അപ്പോൾ ലക്നൗവിൽ ആരും പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പഴംപൊരി കൊണ്ടാന്ന് പറഞ്ഞാൽ കിട്ടൂല. इसका नाम? इसका नाम पलमपरी यहाँ पे बोलता है. हमारे इलाके में केला बोलता है इसको. കേല. കേല എന്ന് ചോദിച്ചാൽ പഴംപൊരി കിട്ടും. इसका नाम है बोंडा मलयालम में. हिंदी में? हिंदी में इसको आलू का वड़ा बोलते हैं. आलू का बड़ा. हाँ. हिंदी के आलू का बड़ा में हिंदी बोंडे की പറയാ. मलयालम पढ़ता है? नहीं, मलयालम पूरा नहीं आता है. पूरा नहीं आता है. एक गीत गाया ना, फिल्म गीत गाना. तो भोजपुरी में आता है, हिंदी नहीं. छोटा छोटा. रेडी. അപ്പം പുള്ളിക്കാരൻ പാട്ട് പാടാൻ വേണ്ടി പോവാണ്. रेडी. उधर कोई सा भी भोजपुरी गा सकते हैं ना. यस. उधर देख. रेडी. ससुरा जाए तो यार रोवेला, नैहर जाए दा भतार रोवेला. एगो प्यार बचपन के, एगो साधु जन्म के, छोड़ गइला प हमके यार रोवेला. नैहर जाए दा भतार रोवेला, ससुरा जाए दा यार रोवेला. അടിപൊളി. അച്ഛാ കഥേ. ഓക്കെ. അപ്പോൾ ഇനി ഹിന്ദിയിൽ ചോദ്യം ചോദിക്കാൻ മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ചോദിക്കണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ ബൈ. ഓക്കെ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട്. ചേട്ടൻ്റെ പേര്? സയ്യിദ്. എവിടെ സ്ഥലം? ഞാൻ താമസിക്കുക പുതിയൊരു. പുതിയൊരു. പള്ളിപ്പുറം കക്കാട്. ഓക്കെ. ചേട്ടൻ്റെ പേരെന്താ? ആഷിംകാട്. വീട്? കണ്ണൂർ സിറ്റി. ആ ജോലി എന്നൊക്കെ? റിട്ടയർഡ് ഗൾഫാണ്. ചേട്ടൻ? ഞാനിപ്പോൾ ഒരു ബേക്കറായിരുന്നു. എവിടെ? ഭാരത്. എന്താ ബേക്കറുടെ പേര്? ബേക്കൻ ചോയ്സ്. ബേക്കൻ ചോയ്സ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ കേക്കൊക്കെ എങ്ങനെയുണ്ട്? സെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഈ ഇത്തവണ ക്രിസ്മസിന് കേക്കിനൊക്കെ വില കൂടുതലാണോ കുറവാണോ? പൊതുവേ അല്ല, നോർമലേ സാധാരണ. കൊറോണ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വീടുകളിൽ. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചവർക്ക് നമുക്ക് ഈ കച്ചവടം ചെയ്യുന്നതൊക്കെ അതിന് വലിയ പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാ? ഞാൻ ഈ ഫീൽഡിൽ ഇപ്പം അടുത്ത കയറിയാ, ഒരു വർഷമായിട്ടുള്ളൂ. ഗൾഫാണ്. ചായ കുടിച്ചാ? ഇല്ലില്ല, ഞാൻ വേറെ ഇവിടെ ഒരാളെ കാണാൻ വന്നു. ഞാൻ ഓണർ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ടിൽ സമ്മാനമുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ചോദ്യമാണ്. മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. എന്താണ്? മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. അറിയില്ല.
കൂത്തുപറമ്പ്. ആ ഇങ്ങോട്ടൊരു എന്താ പേരെന്താ? എൻ്റെ ശ്രീജ. 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 അവിടെ നിൽക്ക്. ആ കുഴപ്പമില്ല. ശ്രീജയുടെ സ്വന്തം സ്ഥലം എവിടെയാ? പയ്യന്നൂർ എവിടെ? പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇപ്പം താമസിക്കുന്നത് ഹസ്ബൻഡ് തളിപ്പറമ്പ്. എവിടെ? തളിപ്പറമ്പ് എവിടെയാ? തൃച്ചംബരം അമ്പലത്തിനടുത്താണ്. എപ്പോഴാണ് ഉത്സവം? മാർച്ച് 6 മുതൽ. ഇപ്പം എവിടെ പോയിട്ട് വരിക? ഇപ്പം കൂത്തുപറമ്പിൽ എന്താ പരിപാടി? അവിടെ പെങ്ങളെ വീട്ടിൽ പോകും. അപ്പം ലീവ് ആയതുകൊണ്ട് കൂത്തുപറമ്പ് പെങ്ങളെ വീട്ടിലൊക്കെ പോയിട്ട് വരികയാണ്. ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ തെയ്യക്കലാകാരനാണ്. കൊടുകൈ. ഈ തെയ്യക്കലാകാരനെ പ്രത്യേകിച്ചാൽ ഒരു തെയ്യക്കലാകാരൻ ഒരു ഗായകനാണ് അല്ലേ? സംഗീതം അറിഞ്ഞിരിക്കണം, നൃത്തം അറിഞ്ഞിരിക്കണം, അഭിനയം അറിഞ്ഞിരിക്കണം, എല്ലാം അറിഞ്ഞിരിക്കുന്ന സംഭവമാണ്. അതെ അല്ലേ? തെയ്യം ഏത് തെയ്യക്കൊല കെട്ടുന്നത്? ഞാൻ തീച്ചാമണ്ടി ഒറ്റക്കോലം എന്ന് പറയും. ഒറ്റക്കോലം. അപ്പം ആദ്യമായിട്ട് തെയ്യക്കോലം കെട്ടി എത്രാമത്തെ വയസ്സിലാണ്? ആദ്യം ഒരു 6-ാം വയസ്സിൽ ആടി വേണം കെട്ടിയിട്ട് വീടുകളിലൊക്കെ പോയിട്ടുള്ള സംഭവം അല്ലേ? അത് ശരി. ഇപ്പം പിന്നെ ഏതൊക്കെ ക്ഷേത്രത്തിൽ ഇപ്പോൾ അടുത്ത പരിപാടി? ഇപ്പം നാട്ടിലെ ക്ഷേത്രങ്ങളിൽ തിരക്കുള്ള സമയമാണ് ഇപ്പം അല്ലേ? നമ്മുടെ ഉത്സവകാലമായി ഒരുപാട്. നമ്മൾ ഈ ചില തെയ്യക്കോലം എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്രതം എടുക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ? അതെ ഉണ്ട്. അപ്പം അതിന് കൂടുതൽ അവിൽ അങ്ങനെ അവില കഴിക്കാന്ന് പറഞ്ഞില്ല. അധികം മത്സ്യം എന്തായാലും വളരെ സംഭവമാണ്. കാരണം നമ്മുടെ പിന്നെ തെയ്യക്കോലം കെട്ടിക്കഴിഞ്ഞാൽ ദൈവമാണ്, അതിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ കൂടി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? അതെ. ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇല്ല അന്നേരം പിന്നെ അവിടെ ഡെയിലി വീട്ടിൽ വരാൻ പറ്റില്ല. പകല് പോയിട്ട് വരും. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. എന്താണ്? മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. ചളിയല്ല. അറിയില്ല. അതായത് മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ, ആ പേരുള്ള സംഭവം ഹിന്ദിക്കാരുടെ ദേഹത്ത് കാണാം ചില ആളുകളുടെ. അല്ലല്ല. ബംഗാളി. അപ്പോൾ നമ്മളെ ഒരു കൂട്ടുകാരനാണ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഇപ്പോൾ പോയിട്ട് ഒരു ഫാമിലി ആയിട്ട് വീട്ടിൽ പോയിട്ട് വരുന്നത്. വീട് താമസിക്കുന്ന സ്വന്തം സ്ഥലം? ഞാൻ അഴീക്കോട് പുതപ്പാറ. ഇപ്പോൾ പിന്നെ വൈഫ് ഹൗസ് മാഹിലാണ്. ചാലക്കര. ഇപ്പോൾ ചാലക്കര മാഹി. അപ്പോൾ രാവിലെ പോയതാണോ ഇന്നലെ പോയതാണോ? അല്ല, അവളെ ഇങ്ങോട്ട് വന്നതാ. ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ജോലി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ജോലി ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് വർക്ക്. എവിടെ? ഇവിടെ സീൽ മെഡിക്കൽസ്, കണ്ണൂർ. സീൽ മെഡിക്കൽസ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ലീവാണ്? ഇന്ന് ലീവാണ് അല്ലേ? മോളോ ബാബാ, മോളുടെ പേര്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതാ സ്കൂള്? ആഹാ. വീട്ടിൽ നിന്ന് എന്താ വിളിക്കല്? ഉപ്പ എന്താ വിളിക്കുന്നത് മോളെ? ഉമ്മ എന്താ വിളിക്കുന്നത്? കൂട്ടുകാരെന്താ വിളിക്കുന്നത്? കൂട്ടുകാർ എല്ലാവരും റിയാന്ന് വിളിക്കും. ആ. ഭാവിയുടെ പേരെന്താ? അടിപൊളി. പാട്ട് പാടുവാ? ഒരു പാട്ട് പാടിയേ. ഇവിടെ നോക്കി പഠിക്കാം. പാട്. ആ, കുഞ്ഞിങ്ങനെ കറിയാ? എങ്ങനെ കറിയാ? ആ, കാക്ക. ആ, ഇനി ഏച്ചി ഒരു പാട്ട് പാടും. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നോട് കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലേ നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചു. അടിപൊളി. യെസ്. അതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളത് ഏത് പ്രായമായി കഴിഞ്ഞാൽ ഈ പോലുള്ള പാട്ടുകൾ നമ്മൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുതിർന്ന ആൾക്കാർ പണ്ട് കാലങ്ങളിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിച്ച് കേട്ട ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അത് പാടുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം പുതുവത്സരാശംസകൾ. അപ്പോൾ ചെറിയൊരു ചോദ്യമാണേ. അതായത് മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. എന്താണ്? രക്ഷയില്ല. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, സന്തോഷം.
ഇപ്പോൾ 2024 പോകുമ്പോൾ 2025 വരുമ്പോൾ എന്ത് ചെയ്യായിരുന്നു? അങ്ങനെ മനസ്സിലായില്ല. അതായത് അർദ്ധരാത്രി 12 മണിക്ക് അതായത് 2024 പിന്നെ ഡിസംബർ 31 12 മണിയാകുമ്പോഴത്തേക്ക് 2024 പോയി 31 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 25 കടന്നു വന്നു. ആ സമയത്ത് ഉറങ്ങിയായിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രോഗ്രാം കാണാൻ പോകും അങ്ങനെ ഉറങ്ങുമായിരുന്നു. നിങ്ങളും വെടിക്കെട്ട് കാണായിരുന്നു. വെടിക്കെട്ട് എവിടെ നിന്ന്? തലശ്ശേരി. തലശ്ശേരി. തലശ്ശേരി ധർമ്മടം അവിടെ വെച്ചിട്ടാണ്? തലശ്ശേരി കടൽപ്പാല. വലിയ വെടിക്കെട്ടാ? അടിപൊളി. വെടിക്കെട്ട് മാത്രമായിരുന്നു വല്ല കലാപരിപാടി ഉണ്ടായിരുന്നു? വെടിക്കെട്ട് 10 മിനിറ്റ് ഉണ്ട്. കണ്ടിരുന്നു. ഓക്കെ. പേര്? ജീപ്പ്. സ്ഥലം താമസിക്കുന്ന? പാച്ചപ്പോയിക്ക. ഓക്കെ. പേര്? റഹീം. സ്ഥലം? മട്ടന്നൂർ. ഓക്കെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകും. 2025 എന്ന് പറയുന്ന വർഷം ഇനിയുള്ള എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാവർക്കും നല്ല ശമ്പളം മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ചെറിയ ചോദ്യം എല്ലാവർക്കും ചെറിയ ചോദ്യമാണ്. മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. എന്താണ്? മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത്. എന്ന് വെച്ചാൽ എന്താണ്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ കണ്ടു പറഞ്ഞ പോലെ. യെസ്. വീട് എവിടെയാ? ചാല ടൗണിൽ തന്നെ. ഇപ്പോൾ അവിടെ പോയിട്ട് വരിക? ഇപ്പം വേറെ വീട്ടിൽ പോയിട്ട് വേറെ വീട്ടിലേക്ക്. ഓക്കെ. പഠിക്കുന്നതാണോ? അതെ. എവിടെ പഠിക്കുന്നത് ഇപ്പോൾ? ഡിഗ്രിക്ക്. എവിടെ? AKG. മോൻ്റെ പേര്? നെഹിൽ. എത്ര ക്ലാസ്സിൽ? 7th. ഏതാ സ്കൂള്? കടമ്പൂർ. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെറിയ ചോദ്യം ചോദിക്കാം. ഓക്കെ. ഹിന്ദി മാലും? കുറച്ച് തൊടാ മാലും. ഓക്കെ. ശരി. പുതുവത്സരാശംസകളെ. ഇപ്പോൾ ചോദ്യം വെച്ചാൽ മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് ഹിന്ദിക്കാരുടെ ചില ആളുകളുടെ ദേഹത്ത് കാണാം. എന്താണ്? മലയാളികളുടെ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ കാണുന്നത് വെള്ളത്തിലും മറ്റൊക്കെ കാണുന്നതാണ്. ചിലപ്പം പിന്നെ ഹിന്ദിക്കാരുടെ പായല എന്താ സംഭവം? പായല വെള്ളത്തിൽ കാണും ഉറപ്പാണ്. പിന്നെ ഹിന്ദിക്കാരുടെ ദേഹത്ത് എന്താ കാണുന്നത്? അറിയില്ല. പായൽ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ പറഞ്ഞാലും ഈ പായൽ എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദിയിൽ? അറിയില്ല. പായൽ എന്ന് പറഞ്ഞാൽ അറിയില്ല. അതായത് മലയാളികളുടെ ചില സ്ഥലത്തെ വെള്ളത്തിൽ പായൽ കാണാം അല്ലേ? അപ്പം പിന്നെ അത് ഹിന്ദിക്കാരുടെ ദേഹത്ത് എന്താണ് പായൽ എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. അതിന്റെ മീനിങ് അറിയില്ല. പായൽ എന്ന് പറഞ്ഞാൽ അറിയില്ല. രക്ഷയില്ലല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയല്ലേ? പായലിന്റെ മീനിങ്ങാ? പായൽ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില? ഹിന്ദിയിലല്ല? ഹിന്ദിയിൽ പായൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയാം. अरे भाईजान इधर आओ. ये हिंदी वाला है, आप मलयाली वाला है, ये हिंदी वाला है. ये पायल वो क्या है? पायल तो पैर में पहना जाता है ना. पहनना जाते हैं, लड़की पहन जाते हैं. हाँ, लड़के पहनते हैं. मालूम? पैंट अല്ലേ? पैंट അല്ല. पायल ഇതാണ് पैर में पहनते हैं ना. पायल. കാലല്ല, കാലിടുന്നത്. ചെരുപ്പല്ല. സോക്സ് അല്ല. അന്നാ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഹിന്ദി കാരണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ സൗരവൻ ചോദിച്ചപ്പം ഇവർ പായൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിലുണ്ട്. അപ്പം നമ്മൾ ചില സ്ഥലത്തുള്ള വെള്ളത്തിൽ നമ്മൾ പായൽ കാണും. ഈ പായൽ എന്ന് പറഞ്ഞാൽ പാദസരം അല്ലെങ്കിൽ ചിലങ്ക എന്ന് പറയും ഹിന്ദിക്കാരിൽ. അപ്പോൾ നമ്മൾ ഹിന്ദിക്കാരിൽ ചില ആൾക്കാർ കാലിന് അണിയുന്ന സാധനമാണ് പായൽ. നമ്മൾ മലയാളികൾ ചിലങ്ക എന്ന് പറയും. രണ്ടൊരു പേരൊന്നാണ്, വെള്ളത്തിൽ കാണുന്ന പായൽ. അതുപോലെ തന്നെ ഹിന്ദിയിൽ അവർ കറക്റ്റാണ് പായൽ. മലയാളത്തിൽ പായൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉത്തരത്തേക്ക് ഹിന്ദിയിലേക്ക് എത്തിച്ചു. ഓക്കെ, റെഡി. ഇപ്പോൾ ചെറിയ സമ്മാനമാണേ. അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, കൂടെ MS ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പം ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളൊരു ഹിന്ദിക്കാരനായ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ
കച്ചവടം ചെയ്യുന്ന പീടികയിൽ ഒരു നമ്മുടെ പാചകക്കാരൻ, അതായത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരനുമായിട്ട് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ഉത്തരം പറഞ്ഞ വ്യക്തിക്കുള്ള സമ്മാനം കൊടുത്തത് പുള്ളിക്കാരനെ കൊണ്ട് തന്നെ എന്താണെന്ന് പറയിപ്പിച്ചിട്ടാണ് സമ്മാനം കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. ഇനി പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സുഹൃബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് എനർജിയും മാത്രമുള്ള ദിനങ്ങളും നിമിഷങ്ങളും ആവട്ടെ 2025 മുതലുള്ള എല്ലാ വർഷവും എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട വരുന്നു. ഗുഡ് ബൈ.